അതെ, ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗോവയിലേക്ക് പോകാൻ വേണ്ടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങളാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ മണ്ടന്മാരെ. പറഞ്ഞുതരാം. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഗോവയ്ക്ക് പോകരുത്. ന്യൂ ഇയറിന്റെ സമയത്ത് ഗോവയിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അതായത് ന്യൂ ഇയർ സെലിബ്രേഷൻ പാർട്ടീസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഒരു റൂമിന് ഒരു ദിവസം നിങ്ങൾ താമസിക്കാനുള്ള ലോക്കൽ റൂമിന് നിങ്ങൾ 8,000 മുതൽ 10,000 വരെ നിങ്ങൾ കൊടുക്കണം. എന്തിനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് റൂം ഒക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് കാണേണ്ട കാര്യമുള്ളത്? ഗോവ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനുവരി 2-ന് ശേഷം നിങ്ങൾ പോയിക്കോളൂ. ജനുവരി 2 മുതൽ മാർച്ച് 30 വരെയുള്ള ദിവസങ്ങളിൽ കിഡിലൻ ഓഫർ ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 5,000 രൂപയും ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3,000-നൊക്കെ അവൈലബിൾ ആണ്. 3 പകൽ ഗോവയിൽ അടിച്ചു പൊളിക്കാനും 2 നൈറ്റ് സ്റ്റേ ഒക്കെ ആയിട്ടുള്ള അടിപൊളി പാക്കേജ്. അപ്പോൾ അവർ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാം. ലൈക്ക് എന്തെങ്കിലും ഫയർ ക്യാമ്പിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നിങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗോവയിൽ ന്യൂ ഇയർ പോയിട്ട് ആഘോഷിക്കാനുള്ള സമയം ഉണ്ടല്ലോ, ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 2-3 സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റും. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഗോവയിലൊക്കെ ആഘോഷിക്കണം പറഞ്ഞ് നടക്കുന്ന ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.